ആദ്യം സമാധാനമായിട്ട് ഞങ്ങൾ പറയുന്ന ഒന്ന് കേക്ക് മാഡം. വേണ്ട, നിങ്ങൾ പറഞ്ഞതൊക്കെ ഇത്രയും കാലം കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. അതിന്റെ പ്രതിഫലമാ എനിക്ക് എന്റെ ഋഷിയെ നഷ്ടമായത്. ഇപ്പൊ കൂടുതൽ ഉറപ്പായി നിങ്ങളും കൂടി അറിഞ്ഞിട്ടാ ഋഷിയെ അപകടപ്പെടുത്തിയെന്ന്. ആ ശാരികയും നന്ദനും ദേവികയും ഒക്കെ കൂടി കെവിനെ സ്വാധീനിച്ചു. ഇസബെല്ല അതിനൊക്കെ ഒത്താശ ചെയ്തു. ആന്റി, ഞാൻ ശാരിക ഇഷ്ടത്തിലാണെന്നുള്ളത് നേര് തന്നെയാ. പക്ഷേ ഈ അടുത്ത കാലത്താ ഞങ്ങൾ തമ്മിൽ കണ്ടതും പരിചയപ്പെട്ടതും. വീട്ടുകാർക്ക് ഞങ്ങളുടെ അടുപ്പം അറിയില്ലായിരുന്നു. നിർത്തടാ, വെറുതെ കള്ളത്തിന്മേൽ കള്ളങ്ങൾ കൊണ്ട് കോട്ട കെട്ടണ്ട. കെവിൻ, എന്നെ ഇങ്ങനെ ചതിച്ചതിന് ഞാൻ പകരം ചോദിക്കും, ഉറപ്പാ. നീ മാത്രല്ല, നിന്റെ ഭാര്യയാവാൻ പോകുന്ന അവളില്ലേ ശാരിക, അവളും ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. മാഡം, ഞങ്ങൾ പറയുന്നത് സമാധാനമായി കേൾക്കാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാനും പിന്നീട് അറിഞ്ഞത്. മാഡം പറഞ്ഞതിനേക്കാൾ അപ്പുറമായിട്ട് ഞാനും പറഞ്ഞു കെവിനോട്. ന്യായമൊന്നും എനിക്ക് കേക്കണ്ട. നീയൊക്കെ ആരെ വേണമെങ്കിലും പ്രേമിച്ചോ കല്യാണം കഴിച്ചോ, അതൊന്നും എന്റെ വിഷയമല്ല. എന്റെ മകൻ ഒരു പോറല് പോലും ഏൽക്കാതെ എനിക്ക് തിരിച്ചു കിട്ടണം. ഋഷിയെ നമ്മൾ കണ്ടെത്തും മാഡം. വേണ്ട, ഋഷിയെ നിങ്ങൾ കണ്ടെത്തണ്ടെന്നേ. നന്ദൻ, അവനെ കുറിച്ചുള്ള വിവരങ്ങളാണ് എനിക്ക് കിട്ടേണ്ടത്. നന്ദൻ തിരിച്ചെത്തിയ ഋഷിയും തിരിച്ചു വരും. അല്ല മാഡം, നന്ദനും ഋഷിയും തമ്മിൽ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. നിങ്ങളിൽ ആരുടെ ഗൂഢാലോചന ആണെങ്കിലും വേണ്ടിയില്ല, നന്ദനെ പുറത്തു വിട്ടേ പറ്റൂ. ഇല്ലെങ്കിലേ നീയൊക്കെ അനുഭവിക്കും.